മൊമെന്റം മീഡിയ അവതരിപ്പിക്കുന്ന നസീം ഹെൽത്ത് കെയർ ഖത്തർ ക്യാൻവാസിൽ അല്പം ആരോഗ്യകാര്യം. മെഡ് ചാറ്റിൽ നസീം ഹെൽത്ത് കെയറിലെ സ്പെഷ്യലിസ്റ്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രാധാകൃഷ്ണൻ. ഹായ്, ഞാൻ ഡോക്ടർ രാധാകൃഷ്ണൻ. ഞാൻ കാർഡിയോളജിസ്റ്റായിട്ട് നസീം മെഡിക്കൽ സെൻ്ററിൽ വർക്ക് ചെയ്യുകയാണ്. ഇന്ന് നാം കാണുന്ന ഒരു പ്രധാന രോഗമാണ് ഹൃദയാഘാതം. ഹൃദയാഘാതം ഓരോ ദിവസം ചെല്ലുന്തോറും കൂടി വരുന്ന ഒരു അസുഖമാണ്. ഇപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും, നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ അത് ഹാർട്ട് അറ്റാക്ക് ആണോ അല്ലയോ എന്ന്. എന്താണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ? ഹൃദയാഘാതം നമുക്കറിയാം. ഹൃദയാഘാതം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മോർട്ടാലിറ്റി, മരണ നിരക്ക് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഹൃദയാഘാതത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ഹൃദയാഘാതത്തിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങൾ, ഒന്ന് ഡയബറ്റീസ് ഉള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് കൂടുതലാണ്. ബ്ലഡ് പ്രഷർ കൂടുതലുള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് കൂടുതലാണ്. സ്മോക്കിംഗ് ഉള്ള ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് കൂടുതലാണ്. അമിതവണ്ണം, സെഡൻറ്ററി ലൈഫ് ഹാബിറ്റ്സ്, പുകവലി, ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഹാർട്ട് അറ്റാക്ക് കൂടുതൽ കാണുന്നത്. ഈ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള പ്രധാന കാരണം ഹൃദയത്തിലേക്കുള്ള രക്തധമനികളിൽ പെട്ടെന്ന് രക്തോട്ടം നിലയ്ക്കുമ്പോഴാണ് ഹൃദയാഘാതം സംഭവിക്കുന്നത്. ഹൃദയാഘാതം വരുമ്പോൾ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഹൃദയാഘാതം വരുമ്പോൾ പ്രധാന ലക്ഷണം നെഞ്ചുവേദനയാണ്. നെഞ്ചുവേദന സാധാരണ ഉണ്ടാകുന്ന നെഞ്ചിൻ്റെ മധ്യഭാഗത്താണ് വരുന്നത്. ഇത് വളരെ ശക്തിയായിട്ടുള്ള, സഹിക്കാൻ പറ്റാത്തൊരു വേദനയായിരിക്കും. സാധാരണഗതിയിൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന രോഗികളുടെ നെഞ്ചുവേദന 20 മിനിറ്റോ അതിൽ കൂടുതലോ നിൽക്കാറുണ്ട്. വേദന വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ രോഗികൾക്ക് ശ്വാസതടസ്സം ഉണ്ടാവാം, അമിതമായിട്ട് വിയർപ്പുണ്ടാവാം, വേദന ചിലപ്പോൾ 2 കൈയിലോട്ടും വ്യാപിക്കാം, വേദന ചിലപ്പോൾ നെഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് താടിയിലോട്ട് വ്യാപിപ്പിക്കാം. ഇതാണ് സാധാരണ ലക്ഷണങ്ങൾ. പക്ഷേ ഡയബറ്റീസ്, അതുപോലെ പ്രായമുള്ള ആൾക്കാർ, ഇവർക്ക് നെഞ്ചുവേദനയുടെ സ്വഭാവം വ്യത്യാസമായിരിക്കും. അവർക്ക് എല്ലാവർക്കും നെഞ്ചുവേദനയായിട്ട് വരണമെന്നില്ല. അവർക്ക് ചിലപ്പോൾ പെട്ടെന്നുള്ള കുഴഞ്ഞു വീഴൽ, പെട്ടെന്നുള്ള ശ്വാസതടസ്സം, ചിലപ്പോൾ കുഴഞ്ഞു വീഴുക, ഇതാണ് സാധാരണ പ്രായമായവരിലും ഡയബറ്റീസ് ഉള്ള ആളുകൾക്കും കണ്ടുവരുന്നത്. ഈ ഹൃദയാഘാതം ആണെന്ന് സംശയിച്ചു കഴിഞ്ഞാൽ പലവരും നെഞ്ചുവേദന വരുമ്പോൾ അത് വളരെ കാര്യമായിട്ട് എടുക്കാറില്ല. ഈ നെഞ്ചുവേദന എല്ലാം ഗ്യാസിൻ്റെ ആണെന്ന് മറ്റും വിചാരിച്ച് ചിലപ്പോൾ അതിനെ കാര്യമായിട്ട് എടുക്കാറില്ല. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നമുക്ക് വരുന്ന നെഞ്ചുവേദന ഹൃദയാഘാതത്തിൻ്റെ ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ആദ്യമായിട്ട് തിരിച്ചറിയണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടറെ കാണിച്ച് വേണ്ട ടെസ്റ്റുകൾ ചെയ്ത് അത് ഹൃദയാഘാതമാണോ ഇല്ലയോ എന്നുള്ള ഉറപ്പുവരുത്തിയതാണ്. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. മിക്കവാറും നമുക്ക് ഈ ഹൃദയാഘാതം കണ്ടുപിടിക്കുന്നത് ECG എടുക്കുമ്പോഴാണ്. ECGയിൽ ചിലപ്പോൾ മൈനർ ഹാർട്ട് അറ്റാക്കാണെങ്കിൽ ചിലപ്പോൾ ECGയിൽ വ്യത്യാസം ഉണ്ടാവില്ല. അവരിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ്, പ്രധാനമായിട്ടും ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റ് ട്രോപ്പണിൻ T ആൻഡ് ട്രോപ്പണിൻ I, ഈ 2 ടെസ്റ്റുകളാണ്. ഇത് സാധാരണ ഹൃദയാഘാതം വന്ന് 4 മണിക്കൂറിനുള്ളിൽ പോസിറ്റീവ് ആകാൻ തുടങ്ങും. പക്ഷേ ECG അതിന് മുന്നേ ചേഞ്ചസ് കാണിക്കും. സോ ECGയും പിന്നെ ഈ ബ്ലഡ് ടെസ്റ്റും വെച്ച്, പിന്നെ ആ ഹിസ്റ്ററി, ആ നെഞ്ചുവേദനയുടെ സ്വഭാവം എല്ലാം വെച്ചിട്ട് നമുക്ക് ഒരു 80-85% ആൾക്കാർക്കും ഹൃദയാഘാതം നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ. ഹൃദയാഘാതം മനസ്സിലാക്കിയാൽ എന്താണ് ഇതിൻ്റെ ചികിത്സകൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, രോഗി ഹൃദയാഘാതം തുടങ്ങി 12 മണിക്കൂറിനുള്ളിലാണ് ആശുപത്രിയിൽ എത്തിക്കുന്നതെങ്കിൽ ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി, അതിനൊക്കെ പറയുന്നത് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്നാണ് പറയുന്നത്. ഇത് സാധാരണ ഇൻ്റർവെൻഷണൽ കാർഡിയോളജി, കാത്ത് ഫെസിലിറ്റി ഉള്ള ഒരു ആശുപത്രിയിലാണ് ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. ഹാർട്ട് അറ്റാക്കിന് ഏറ്റവും നല്ല ചികിത്സ അതാണ്. ഈ ഹൃദയത്തിലെ രക്തക്കുഴലിൽ വന്ന ബ്ലോക്ക് കാത്തീറ്റേഴ്സ് വഴി, ബലൂൺ വഴിയും സ്റ്റെൻറ്റ് വഴിയും മാറ്റുന്ന ഒരു ചികിത്സാ വിധിയാണ് ആൻജിയോപ്ലാസ്റ്റി ആൻഡ് സ്റ്റെൻറ്റിങ് എന്ന് പറയുന്നത്. പക്ഷേ ചിലപ്പോൾ രോഗികൾക്ക് ആശുപത്രിയിൽ എത്താൻ താമസിക്കുകയും ദൂരെ കൂടുതലുണ്ടെങ്കിൽ, ആശുപത്രിയിൽ താമസമുണ്ടെങ്കിൽ ത്രോംബോളൈസിസ് എന്ന് പറഞ്ഞ ഒരു ചികിത്സാ വിധിയുണ്ട്. എന്ന് വെച്ചാൽ മരുന്ന് കൊടുത്ത് രക്തക്കട്ട അലിയിച്ചു കളയുന്ന ഒരു ചികിത്സാ വിധിയാണ് ത്രോംബോളൈസിസ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറഞ്ഞ മരുന്നാണ് ഗ്ലോബലി, വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ടിഷ്യൂ പ്ലാസ്മിൻ ആക്ടിവേറ്റർ, റീറ്റിപ്ലേസ്, ടെനക്റ്റിപ്ലേസ്, ഈ പുതിയ മരുന്നുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് ഒരു ഞരമ്പിൽ കൂടിയുള്ള ഇഞ്ചക്ഷൻ വഴി കൊടുത്ത്
ഈ രക്തക്കട്ട അലിയിച്ച് കളയാൻ സാധിക്കും. അങ്ങനെ പക്ഷേ ഈ മരുന്ന് ചികിത്സയ്ക്ക് നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. എല്ലാ ആളുകളിലും മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ രക്തക്കട്ട അലിയിച്ച് കളയണമെന്നില്ല, അലിഞ്ഞു പോകണമെന്നില്ല. ഒരു 60% ആൾക്കാർക്ക് ഈ കംപ്ലീറ്റ് രക്തക്കട്ട അലിയിച്ച് കളയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയാണ് ഹാർട്ട് അറ്റാക്കിന് ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയാനുള്ള കാരണം. ഇനി ഹാർട്ട് അറ്റാക്ക് വന്ന രോഗികളെ സാധാരണ നമ്മൾ ആൻജിയോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ മരുന്ന് കൊടുത്ത് രക്തക്കട്ട അലിയിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗികൾ നമ്മൾ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാണ് സാധാരണ കിടത്തുന്നത്. സാധാരണഗതിയിൽ ഒരു 24-41 മണിക്കൂറും അവർക്ക് തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സ ആവശ്യമാണ്. അതിനുശേഷം അവരെ വാർഡിലോട്ട് മാറ്റി അവരെ നമ്മൾ സാധാരണ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രക്രിയകൾ ആരംഭിക്കും. ഇത് ഏറ്റവും പ്രധാനമാണ് ഇവരെ ആംബുലേഷൻ. ഇവരെ 2-ാം ദിവസം മുതൽ നമ്മൾ സ്ലോ ആയിട്ട് നടത്താൻ തുടങ്ങും. അതിൻ്റെ കൂടെ ഇവരുടെ ആഹാര ക്രമീകരണവും മരുന്നുകളും സ്റ്റാർട്ട് ചെയ്യും. ആഹാര ക്രമീകരണം എന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് കൊളസ്ട്രോൾ കുറഞ്ഞിട്ടുള്ള ആഹാരം, ഫാറ്റ് കുറഞ്ഞിട്ടുള്ള ആഹാരം. കൊളസ്ട്രോളാണ് ഈ ഹൃദയാഘാതം വരാനുള്ള ഒരു പ്രധാന കാരണം. സോ അതുകൊണ്ട് കൊളസ്ട്രോൾ കുറയാനുള്ള ആഹാര ക്രമീകരണവും കൊളസ്ട്രോൾ കുറയാനുള്ള മരുന്നുകളും ഇതിൻ്റെ കൂടെ കൊടുക്കണം. പിന്നെ ബ്ലഡ് പ്രഷർ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള പ്രധാന കാരണങ്ങൾ ഒന്നാണ് ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, അമിതവണ്ണം, സ്മോക്കിംഗ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കണം. സ്മോക്കിംഗ് കംപ്ലീറ്റ് നിർത്തണം, ബ്ലഡ് പ്രഷർ നന്നായിട്ട് കൺട്രോൾ ചെയ്യണം, ഡയബറ്റീസ് നന്നായിട്ട് കൺട്രോൾ ചെയ്യണം, കൊളസ്ട്രോൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യണം. കൊളസ്ട്രോളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ചീത്ത കൊളസ്ട്രോൾ, അതിനെ പറയുന്നത് LDL കൊളസ്ട്രോൾ എന്നാണ്. LDL കൊളസ്ട്രോൾ 55 മില്ലിഗ്രാമിൽ താഴെ നിൽക്കണം. എന്നാലേ പിന്നീട് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സാവിധിയാണ് കൊളസ്ട്രോൾ കുറയ്ക്കൽ. സോ ഈ ചീത്ത കൊളസ്ട്രോളിൻ്റെ ലെവൽ 55 മില്ലിഗ്രാമിൽ താഴെ നിർത്തണം. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറും കൺട്രോളായിട്ട് നിർത്തണം, ഡയബറ്റീസും കൺട്രോളായിട്ട് നിർത്തണം. സോ ഹാർട്ട് അറ്റാക്ക് വന്ന രോഗികൾ നമ്മൾ 3-ാം ദിവസം മുതൽ കുറേശ്ശെ നടത്താൻ തുടങ്ങും. സാധാരണ ഒരു 4-5 ദിവസത്തെ ഹോസ്പിറ്റൽ സ്റ്റേ കഴിഞ്ഞാൽ ഇവരെ ഡിസ്ചാർജ് ചെയ്യും. ഡിസ്ചാർജ് ചെയ്ത് ബാക്കി മരുന്ന് ചികിത്സയെല്ലാം തുടർന്ന് പോകണം. എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, മരുന്ന് കുറച്ച് നാൾ കഴിച്ച് കഴിഞ്ഞാൽ നിർത്താം. അങ്ങനെയല്ല. ഈ ഹാർട്ട് അറ്റാക്ക് വന്ന രോഗികളിൽ ജീവിതാവസാനം വരെ മരുന്ന് കഴിക്കണം. പ്രധാനമായിട്ടും രക്തം കട്ടിപിടിക്കാനുള്ള മരുന്ന്, ഡയബറ്റീസിൻ്റെ മരുന്ന്, കൊളസ്ട്രോളിൻ്റെ മരുന്ന്, ഇതെല്ലാം ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടതാണ്. അങ്ങനെ ഹാർട്ട് അറ്റാക്ക് വരുന്ന രോഗികളെ ഒരു മാസം 1.5 മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവരെ പഴയ ജോലിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഈ ഹാർട്ട് അറ്റാക്ക് വരുന്ന രോഗികളെല്ലാവരും നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുന്നേ എക്കോ കാർഡിയോഗ്രാഫി എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അത് ചെയ്യുന്നത് പ്രധാനമായിട്ട് ഹാർട്ടിൻ്റെ ഫങ്ഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി, ഹാർട്ടിൻ്റെ പമ്പിങ് എങ്ങനെയുണ്ട്, ഹാർട്ടിൻ്റെ വാൽവിന് ലീക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, ഹാർട്ടിൻ്റെ അറയിൽ രക്തം കട്ടിപ്പിടിച്ചിട്ടുണ്ടോ, ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് എക്കോ കാർഡിയോഗ്രാഫി ചെയ്യുന്നത്. മിക്കവാറും ഒരു 80-85% രോഗികൾക്കും, ഈ ഹാർട്ട് അറ്റാക്ക് വന്ന രോഗികൾക്കും തുടർ ജോലിയിലേക്ക് ഒരു 1-1.5 മാസം കഴിയുമ്പോൾ പ്രവേശിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക്, ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി കൂടുതൽ സമയമെടുക്കും. ബിക്കോസ് അവരുടെ ഹാർട്ടിൻ്റെ പമ്പിങ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കൂടുതൽ സമയം വേണ്ടി വരും. അവർ ജോലിയിലേക്ക് തിരിച്ച് പ്രവേശിക്കാൻ കൂടുതൽ സമയമെടുക്കും. പക്ഷേ എന്തൊക്കെയായാലും ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ രോഗികൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർ പുകവലി എന്നേക്ക് നിർത്തണം, ഡയബറ്റീസ് നല്ലതായിട്ട് കൺട്രോൾ ചെയ്യണം, കൊളസ്ട്രോൾ നല്ല കൺട്രോൾ ചെയ്യണം, അവരുടെ അമിതഭാരം കുറയ്ക്കണം. പിന്നെ വേറൊരു പ്രധാന കാര്യം പറയാനുള്ളത് സ്ട്രെസ്സ്. ഈ നമ്മളുടെ ഡെയിലി ലൈഫിലുള്ള സ്ട്രെസ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ആ സ്ട്രെസ്സ് ഓൾസോ അതും കൂടി റെഡ്യൂസ് ചെയ്യണം ഈ ഹാർട്ട് അറ്റാക്ക് വന്ന രോഗികൾ. ഒരു 1.5 മാസം കഴിയുമ്പോഴത്തേക്കും അവർക്ക് വാഹനം ഓടിക്കാനും ഒരു നില കോണിപ്പടി കയറാനും ഒക്കെ സാധിക്കും. ഡെയിലിയുള്ള നടത്തം ഡെയിലി ഒരു 5 മിനിറ്റ് വീതം കൂട്ടി ഒരു 30 മിനിറ്റ് എത്തുമ്പോഴത്തേക്കും, ഒരു 45 മിനിറ്റ് എത്തുമ്പോഴേക്കും അവർക്ക് സാധാരണ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഈ നടത്തം ഏറ്റവും പ്രധാനപ്പെട്ടാണ്. നടത്തത്തിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡെയിലി നടന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്, ആഴ്ചയിൽ 30 മിനിറ്റ് നടന്നാൽ 5 ദിവസം, ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നടക്കണം. അത് 30 മിനിറ്റ് സാധാരണ രീതിയിലുള്ള നടത്തം മതി. ഈ നടന്നു കഴിഞ്ഞാൽ നടത്തം ഏറ്റവും നല്ല മരുന്നാണ്. കൊളസ്ട്രോൾ കുറയ്ക്കും, ബ്ലഡ് പ്രഷർ കുറയ്ക്കും,
ഡയബറ്റീസ് കുറയ്ക്കും, ഹാർട്ടിലോട്ടുള്ള രക്തോട്ടം കൂട്ടും, ഹാർട്ടിൻ്റെ പമ്പിങ് കൂടും. സോ ഈ 5 ഗുണങ്ങൾ തരുന്ന വേറെ ഒറ്റ മരുന്നുമില്ല. അതുകൊണ്ട് വ്യായാമമാണ് ഏറ്റവും നല്ല ഒരു മരുന്ന്. പ്രധാനമായിട്ടും ഈ ഹാർട്ട് അറ്റാക്ക് എന്ന രോഗികൾ, ഡയബറ്റീസ് ഉള്ളവർ, കൊളസ്ട്രോൾ കൂടുതലുള്ളവർ, ഇവർ വ്യായാമം അത് റെഗുലറായിട്ട് ചെയ്യണം. അത് ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളയരുത്. അപ്പോൾ ഇതൊക്കെയാണ് ഹാർട്ട് അറ്റാക്ക് വന്ന രോഗികളുടെ ചികിത്സയും തുടർ ചികിത്സയും. ഈ രോഗികൾ, ഈ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ റെഗുലറായിട്ട് മെഡിക്കൽ ചെക്കപ്പിന് വരണം. മെഡിക്കൽ ചെക്കപ്പ് സാധാരണയായിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന രോഗികളിൽ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 2 ആഴ്ച കഴിഞ്ഞാണ് ആദ്യ ചെക്കപ്പിന് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാ 2-3 മാസം കൂടുമ്പോൾ അവരെ കൊളസ്ട്രോളും ബ്ലഡ് പ്രഷറും ഡയബറ്റീസും എല്ലാം ചെക്ക് ചെയ്ത് കൺട്രോൾ ചെയ്യണം. ഇങ്ങനെ ഇതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്ത് പോയാൽ വീണ്ടും ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനും അവർ പഴയ പോലെ ജോലിയിലേക്ക് തിരിച്ചു വരാനും എല്ലാം സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഹൃദയാഘാതം വരുന്ന രോഗികൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അവരുടെ മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം. സ്ഥിരമായിട്ട് ഡോക്ടറെ കാണിച്ച് ചെക്കപ്പ് ചെയ്ത് ഡയബറ്റീസും കൊളസ്ട്രോളും അവരുടെ ബ്ലഡ് പ്രഷറും എല്ലാം നല്ലതായിട്ട് കൺട്രോൾ ചെയ്യണം. സോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് വീണ്ടും ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും. Momentum Media proudly presents Naseem Healthcare Qatar Canvas. Naseem Healthcare, the destination care. Powered by Riyadh Medical Center in association with Isuzu Qatar and Christian